ഇന്നത്തെ IPL മത്സരത്തിൽ RCBയും കൊൽക്കത്തയുമാണ് നേർക്കുനേർ വന്നത്. കൊൽക്കത്ത ഫസ്റ്റ് ബാറ്റിംഗിൽ 192 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. CSK, രാജസ്ഥാൻ, RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ലക്നൗ, മുംബൈ, ഡൽഹി ടീമുകൾ IPL നിന്ന് പുറത്തായി കഴിഞ്ഞു. അവർക്കിനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. നിലവിൽ 6 ടീമുകളാണ് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത്. ടോപ്പ് 2-വിൽ ഗുജറാത്തും RCBയും ഉണ്ട്. അവരെ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി 3-ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. ഇനിയുള്ള മാച്ച് ജയിച്ചാൽ ഹൈദരാബാദിനും പ്ലേ ഓഫിലെത്താം. ഇതേസമയം പഞ്ചാബിന് 13 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി പഞ്ചാബിന് 3 മാച്ചുണ്ട്. അതുകൊണ്ട് അവർക്കും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ളത് 2 ടീമുകളാണ്. CSK, രാജസ്ഥാൻ. ഈ ടീമുകൾക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കും. 2 ടീമിനും 12 പോയിന്റ് ഉണ്ട്. 2 ടീമുകളും 11 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇനി 3 മാച്ചാണ് CSK ടീമിനും രാജസ്ഥാനും ബാക്കിയുള്ളത്. ഈ 3 എണ്ണത്തിൽ ജയിച്ചാൽ 2 ടീമിനും 18 പോയിന്റ് ആകും. ഒഫീഷ്യലായിട്ട് തന്നെ 2 ടീമിനും പ്ലേ ഓഫിലെത്താം. നിലവിൽ പോയിന്റ് ടേബിൾ വലിയ ട്വിസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. ചെന്നൈ അടുപ്പിച്ച് കളി ജയിച്ചതുകൊണ്ടാണ് ചെന്നൈക്കും ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത വന്നിരിക്കുന്നത്. ഗുജറാത്തിന് പുറത്താകാൻ സാധ്യതയില്ല. അവർക്ക് 16 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ബാക്കി ഇനി 2 സ്ലോട്ടാണുള്ളത്. അതിനുവേണ്ടിയായിരിക്കും മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. നിലവിൽ പഞ്ചാബ് തോറ്റാലാണ് ചെന്നൈക്ക് കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത കളി ചെന്നൈ ജയിച്ചാൽ അവർക്ക് 14 പോയിന്റ് ആകും. അങ്ങനെയാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് വരെ CSK ടീമിന് വരാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് രാജസ്ഥാൻ്റെയും അവസ്ഥ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള 3 മാച്ചുകളായിരിക്കും രാജസ്ഥാൻ്റെയും CSK ടീമിൻ്റെയും വിധി തീരുമാനിക്കുന്നത്. എന്തായാലും IPL ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.